और प्रार्थना करते हैं। നന്നാ രാവിലെ സമയം ദൈവസന്നിധിയില് എഴുന്നേറ്റ് ദൈവത്തോട് നിലവിളിക്കുവാൻ തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज सुबह ही वक्त परमेश्वर के चरणों पर बैठते हुए परमेश्वर को स्तुति आराधना देने के लिए प्रभु ने अवसर दिया, इसी कारण के लिए मैं धन्यवाद देता हूँ। കഴിഞ്ഞ നാളുകളെല്ലാം നമ്മെ ദൈവം ജയോത്സവമായി നടത്തി. बीते दिनों में प्रभु मसीह ने हमें जयोत्सव रीति पर चलाया है। നമ്മുടെ ഈ സൂം മീറ്റിംഗില് ആയിരിക്കുന്ന എല്ലാവരെയും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. जितने ने यीशु मीटिंग में आया है, हमारा शब्द सुनता है, ये सब के लिए प्रभु यीशु मसीह की नाम में हमारा वंदन देता हूँ। നമ്മുടെ ഈ സൂം മീറ്റിംഗിന്റെ ഹോസ്റ്റ് ആയിരിക്കുന്ന പ്രിയ തോമസൻ പാസ്റ്ററെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जय संघाटक ये इसकी कारण बनाया हुआ जो थॉमसन बार्स और उनका परिवार, उनकी सेवकाई के लिए मैं मसीह को धन्यवाद देता हूँ। ഈ എന്റെ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ അതേ പ്രിയ ജോർജി തോമസ് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और अनुवाद करते हैं जो जॉर्सी थॉमस बार्स के प्रति परमेश्वर को धन्यवाद देता है। നല്ല ആത്മീയ നിലവാരങ്ങളില് ആത്മനിറവോടെ പാടിയ ആ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. അവരുടെ ഭാവി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. हमारे और गीत के द्वारा हमें हर्षित किए हुए हमारा छोटा बालकों के लिए और उनका पढ़ाई, उनका भविष्य के लिए भी मैं प्रार्थना करता हूँ। ഈ സൂം മീറ്റിംഗില് നമ്മൾ ഒരുമിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വരികയാണ്. और आज भोर के समय हम मिलकर परमेश्वर की वचन बांटने के लिए आ रहा है। ഞാൻ പറയുന്ന എനിക്ക് ശബ്ദത്തിന് അല്പം പ്രയാസമുണ്ട്. ഞാൻ പറയുന്ന വേദവാക്യങ്ങള് ദയവായി വായിച്ച് എന്നെ ഒന്ന് സഹായിക്കണമേ. परमेश्वर के दास ने जो कहते हैं उनका शरीर अभी कितना ठीक नहीं है, इसी कारण में परमेश्वर के दास कहते हुए वो वचन पढ़ाते हुए हमें थोड़ा मदद करे। ഹിന്ദിയിലും മലയാളത്തിലും വായിച്ച് സഹായിക്കും. हिंदी और मलयालम में पढ़कर सहाय करे। അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് थोड़ा सा समय की चिंता के लिए ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കാം. उत्पत्ति नबी के पुस्तक 8वां अध्याय 4वां पद हम देखेंगे। 7वें महीने के 17वें दिन को जगाज अरारात नामक पहाड़ पर ठीक गया और जल 10वें महीने तक खटता चला रह गया और 10वें महीने के पहले दिन को पहाड़ों के चोटियों दिखाई दी। 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. മതി. സ്തോത്രം. ഹിന്ദിയിലും ആരെങ്കിലും ഒരാൾ വായിക്കാനായിട്ട് ഒരുങ്ങണം. നമ്മുടെ ശരീര സിസ്റ്റർ വായിച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ജോയി പാസ് വായിച്ച് സഹായിച്ചാലും മതി. കാരണം മെസ്സേജ് രണ്ടും കൂടെ ഒരുമിച്ച് പോക്ക് നടക്കത്തില്ല. ഓക്കെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അറാറാത്ത് पर्वतത്തിൽ ഉറച്ചു. 7वें महीने के 7वें दिन को जगाज अरारात नामक पहाड़ पर टिक गया. ഇവിടെ കാണുന്നത് യഹോവയായ ദൈവം തന്റെ നീതിമാനായ നോഹയോട് അരുളി ചെയ്ത ചില സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇന്ന് വായിച്ച വാക്യത്തിലേക്ക് വരുവാൻ പോകുന്നത്. यहोवा परमेश्वर ने नूहा की ओर से संसार में बातचीत की और कहने लगा, उसके बारे में चंद बातें यहाँ पर पाया है. മനുഷ്യ സൃഷ്ടിയുടെ
ആരംഭത്തിൽ നടക്കുന്ന ഒരു ന്യായവിധിയാണ് നോഹയുടെ കാലം. मनुष्य की सृष्टि के आरंभ समय में एक न्याय की दंड दिया है, उसके बारे में यहाँ पर पढ़ा है. 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. 6वें अध्याय प्रथम पद में यही दिया है, फिर जब मनुष्य भूमि के ऊपर बहुत बढ़ने लगे. അപ്പൊ മനുഷ്യൻ ഭൂമിയിൽ പെരുകിയപ്പോൾ ദൈവിക പ്രമാണം പറഞ്ഞ് പഠിപ്പിക്കേണ്ടുന്ന പിതാക്കന്മാർ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാത്തതിന്റെ കാരണം ജനം ദൈവ വഴി വിട്ടുപോയി. और उसी समय के पुरखाओं ने पीढ़ियों को धर्मशास्त्र के बारे में समझाया नहीं, सिखाया नहीं. कारण यही है, मनुष्य बढ़ने लगा और अपने अपने काम कार्य के लिए विधाया. അതെ, 500 വർഷം 600 വർഷം 700 വർഷമൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യൻ തന്റെ പാപത്തിന്റെ ഫലമായിട്ട് ദൈവം വഴി വിട്ടുപോയത് കൊണ്ട് ഒന്ന്, ദൈവം അവന്റെ ആയുസ്സിന്റെ ദൈർഘ്യം കുറച്ചു. 500 साल 600 साल 7वें साल इतने वर्ष तक जीने दिया. अपराध के काम के कारण परमेश्वर ने उनका आयु की दीर्घता कम कर दिया है. 6-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 6वें अध्याय पहले पद देखे. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. ഹിന്ദിയില് और यहोवा ने कहा, मेरा आत्मा मनुष्य से सदा लोग विवाद करता ना रहेगा, क्योंकि मनुष्य भी शरीर ही है, उसकी आयु 120 वर्ष की होगी. അപ്പോൾ അതുകൊണ്ട് നോഹയുടെ കാലം 120 വർഷമല്ല, നോഹ 600 സംവത്സരം ജീവിച്ചിരുന്നു എന്ന് ചരിത്രം പറയും. और नूहा का आयु 120 वर्ष तक नहीं है, नूहा ने 600 वर्ष तक जीवित रहा है, इतिहास कहता है. മനുഷ്യനോട് ദൈവത്തിന്റെ ആത്മാവ് വാദിക്കുന്ന ഒരു കാലഘട്ടം. मनुष्यों की ओर यहोवा परमेश्वर ने वार्तालाप करते ही रहा, एक समय है. അതെ, അതേ കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കാലഘട്ടം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. पुराना समय में जिन बातचीत की सीन आई, आजकल दिनों में भी परमेश्वर की आत्मा हमारे और वाद विवाद करते ही रहते हैं. കാരണം ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യത്തിലും അതെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. और यहोवा परमेश्वर की स्वरूप और सादृश्यों में मनुष्यों को सृजना की, लेकिन यहोवा को आज्ञाकारी नहीं हुई है. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ചേർത്തിരുത്തുക, ദൈവത്തോട് കൂടെ വസിക്കുവാൻ ഉള്ള ആഗ്രഹമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. यहोवा परमेश्वर हमारे और आग्रह रखते हैं, उनका साथ बैठाएंगे, उनका साथ रहे, उनका आज्ञाकारी बने, ये बात है. നാം നമുക്ക് ഇഷ്ടപ്പെട്ടവണ്ണം പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. यहोवा परमेश्वर ने आग्रह नहीं रखता है, हमारा इच्छा हमारा लालसा में जाने के लिए अनुमति नहीं है. മനുഷ്യന്റെ പാപം പെരുകിയപ്പോൾ ഒന്നാമത് ദൈവം ചെയ്തത്, ദൈവത്തിന്റെ ശബ്ദം മനുഷ്യൻ അയച്ചിട്ട് ആ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോട് വാദിക്കുവാൻ തുടങ്ങി. प्रथम मनुष्यों को सृष्टि की सृजनहार ने जो वाणी दिया, उनका साथ बादला बातचीत करते ही रहा, लेकिन आज्ञा उल्लंघन कर दी है. ആ മനുഷ്യനെ കുറിച്ച് ദൈവം പറഞ്ഞു, എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. वो ही मनुष्यों को प्रभु की आत्मा कहने लगा, हर समय मेरा बात बादलाप करते ही नहीं रहेंगे.
आज हम आए हुआ वो काल प्रभु का शब्द सुनकर, प्रभु का वचन के पालन करके, आज्ञा पालन करके जिंदगी करने का दिन है आज कल। ഈ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിന്റെ ശബ്ദം മനുഷ്യൻ നിഷേധിച്ച് മനുഷ്യന്റെ വഴിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ മനുഷ്യനോട് ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ऐसा है, परमेश्वर की आत्मा मनुष्यों के साथ बातचीत करते ही रहते हैं. ആത്മീയ മണ്ഡലമായാലും ലോക അതെ ഭൗതിക മണ്ഡലമായാലും ലോക മനുഷ്യരിലായാലും ഇന്നും ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനിൽ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. और आत्मिक तौर पर हो, शारीरिक अभिलाषा की आधार पर हो, कुछ ना कुछ भी हो, आज भी नामधारी हो और ईश्वर सिवा जाने वाले हो, कोई भी हो, परमेश्वर की आत्मा मनुष्यों के बीच में वार्तालाप करते ही रहते हैं. കർത്താവ് യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നു. അതിന്റെ 6ഉം 7ഉം വാക്യം ഒന്ന് വായിച്ചാട്ടെ. वचन 6 और 7वां पद हम पढ़े. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. और यहोवा पृथ्वी पर मनुष्य को बनाने से पछताया और वह मन में अति खेदित हुआ. तब यहोवा ने सोचा कि मैं मनुष्य को जिसकी मैंने सृष्टि की है पृथ्वी के ऊपर से मिटा दूंगा. क्या मनुष्य, क्या पशु, क्या रेंगने वाले जंतु, या आकाश के पक्षी, सबको मिटा दूंगा, क्योंकि मैं उनके बनाने से पछताता हूँ. ദൈവം നമ്മെ നന്നായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. वो परमेश्वर ने हमें अच्छे रीति पर देख रहा है. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. भूमि में मनुष्य की हृदय की कठोरता ज्यादा है. ഈ കാലഘട്ടങ്ങൾ കഠിന ഹൃദയന്മാരാണ് ഈ ഭൂമിയിലുള്ളത്. आजकल दिनों में भी हम देखते हैं मनुष्य का हृदय इतने कठोरता में है. എന്ത് ക്രൂരത കാണിക്കുവാനും മടിക്കാത്ത ഒരു തലമുറ. जो कोई भी हो, कुछ कठिन काम करने के लिए उन्होंने तैयारी की. जो पीढ़ी है, മനസ്സലിവില്ലാത്ത ഒരു തലമുറ. अच्छे मन वाले नहीं जो ये पीढ़ी में, അതേ വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറ. टेढ़ी मेढ़ी पीढ़ियों है. സ്വസ്നേഹികളായ തലമുറ. अपने स्वयं भोग के लिए रखते हुए पीढ़ी. അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്ത തലമുറ. माता पिता की आज्ञा को उल्लंघन करने वाले ये पीढ़ी. തങ്ങൾക്ക് ബോധിച്ചവണ്ണം നടക്കുന്ന തലമുറ. अपने बाप की लालसा में जाने वाले पीढ़ी. അങ്ങനെ ഒരു തലമുറയാണ് ഈ കാലഘട്ടമെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ऐसा है, ये पीढ़ी है आजकल दिनों में. ഇതുപോലൊരു കാലഘട്ടമായിരുന്നു നോഹയുടെ കാലവും. इसी समय के आधार पर नूहा की समय में भी ये बात संपन्न हुई. ഈ സുമിത്തിനിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മെ കുറിച്ച് ദൈവം ഇന്നും അനുദപിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഉള്ളത്? सुमित में मेरा वाणी सुनने वाले ध्यान दे, आजकल भी हमारा परमेश्वर की आत्मा वचन हमारा साथ वार्तालाप कर रहा है. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മനുഷ്യനെ കുറിച്ച് ദൈവം അനുദപിച്ചു കൊണ്ടിരിക്കുകയാണ്. मनुष्य भूमि में बैठते रहते हैं, यहोवा परमेश्वर ने स्वर्ग में पश्चाताप कर रहा है. അതുകൊണ്ടാണ് പറഞ്ഞത്, താൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് യഹോവ അനുദപിച്ചു. यहोवा पृथ्वी पर मनुष्यों को बनाने से पश्चाताप की. നമ്മളും ചില വിഷയങ്ങള് നമ്മുടെ കണ്ണുകൾ കാണുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, തെറ്റായി പോയി എന്ന് പറഞ്ഞ് തിരിഞ്ഞു വരുവാൻ തക്കവണ്ണമല്ല
ആ വിഷയം ഉപകാരം ചെയ്തത് തെറ്റായിപ്പോയി, അത് വേണ്ടവത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന ആശയത്തിൽ അത് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പലപ്പോഴും നാം പറയാറില്ലേ? हमारा जिंदगी में कोई कुछ बात उल्लंघन की, उसकी वजह से, उसके कारण से हम भी पश्चाताप करते हैं, ये बात हमारे सामने है। യഹോവയായ ദൈവം പറയുന്നു, അയ്യോ, എന്നെ ആരാധിക്കുവാൻ ഞാൻ എന്റെ സ്വരൂപത്തിലും എന്റെ സാദൃശ്യത്തിലും ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ പ്രവൃത്തി, അവന്റെ ഹൃദയവിചാരങ്ങൾ ദുഷ്ടതയേറിയതെന്ന് കണ്ട് ഞാൻ അത് അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന ആശയത്തിലാണ് ഇവിടെ ദൈവം അനുദപിച്ചു എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. यहाँ पर बाता है पश्चाताप यहोवा ने किया, इसके कारण यही है, यहोवा परमेश्वर के स्वरूप और सादृश्यों में मनुष्यों को सृष्टि की, उनका आज्ञा को छोड़ दिया है, उल्लंघन किया है, इसके कारण में अभी भी यहोवा ने पश्चाताप करते हैं। നാം ആരാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. हम कौन है व्यक्तिगत तौर पर जांच लेना। നാം ദൈവത്തിന്റെ പ്രതിരൂപമാണ്. हम परमेश्वर की स्वरूप और सादृश्य है, നാം ദൈവത്തിന്റെ സ്വരൂപമാണ്. हम परमेश्वर की सादृश्य है, നാം ദൈവത്തിന്റെ അതേ സാദൃശ്യമാണ്. हम परमेश्वर की स्वरूप और सादृश्य है। ആകയാൽ നാം ശരീരത്തിൽ ഇരിക്കുമ്പോഴും നമ്മിൽ വാസം ചെയ്യുന്നത് ദൈവത്തിന്റെ ശ്വാസവും ദൈവത്തിന്റെ ജീവനും ആണെന്ന് നാം മനസ്സിലാക്കണം. हम जीवित रहते हैं, जांच ले, परमेश्वर की मुंह से निकले हुए श्वास हमारे में भूख मारा है। അത് ദൈവം അനുദപിച്ചു, ദൈവത്തിന് അത് ദുഃഖമായി തീർന്നു എന്നാണ് വചനം പറയുന്നത്. जो भूख मारने के कारण से पाप अपराध किया, इसी कारण में यहोवा ने पश्चाताप की, जो बात यहाँ पर पाया जाता है। 7-ാം വാക്യം നമ്മൾ വായിച്ചു കേട്ടല്ലോ. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. आत्मा पद में ये वचन दिया, तब यहोवा ने कहा, मैं मनुष्य को जिसकी मैंने सृष्टि की है पृथ्वी के ऊपर से मिटा दूंगा। क्या मनुष्य, क्या पशु, क्या रेंगने वाले जंतु, क्या आकाश के पक्षी, सबको मिटा दूंगा। ഇതിന്റെ അർത്ഥം മനുഷ്യനും പക്ഷികളും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ല, മനുഷ്യന് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെന്ന് ഒരു പ്രാവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. एक बात हम निर्णय में लाए, मनुष्य पाप किया लेकिन पशु पक्षियों में पाप नहीं किया, लेकिन वो सारे जंतुओं को मनुष्यों के लिए बनाया। जो मनुष्य पाप किया उसका साथ भी साथ जंतु भी पाप की गुलाम में हो गई है। ഇവയെ ഉണ്ടാക്കവിടെ ഞാൻ ദുഃഖിക്കുന്നു. मनुष्य को सृष्टि किया, इसी कारण में मसीह ने खेदित होकर पश्चाताप किया है। എന്നാൽ 8-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എന്നാൽ യഹോവയ്ക്ക്, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. पद में वचन दिया, पर यहोवा के अनुग्रह की दृष्टि नूह पर बनी रही। 8-ാം വാക്യം ഹിന്ദിയിൽ ഒന്ന് വായിച്ചാട്ടെ. 8वां पद में हिंदी में, परंतु यहोवा के अनुग्रह की दृष्टि नूह पर बनी रही। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയ്ക്ക് അതേ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു, കൃപ പ്രാപിച്ചു എന്ന് ഇവിടെ കാണുന്നുണ്ട്. यहाँ पर पाया जाता है यहोवा के अनुग्रह की दृष्टि नूह पर बनी रही। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നശിച്ചു പോകുന്ന ഈ തലമുറയിൽ ദൈവകൃപ പ്രാപിക്കുവാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവവചനം പ്രമാണിക്കുവാൻ, ദൈവവചനം അനുസരിക്കുവാൻ ദൈവം നമുക്കാണ് അവസരം തന്നിരിക്കുന്നത്. ये पीढ़ियों में यहोवा परमेश्वर ने हमारे लिए दान दिया, आज्ञाकारी होने के लिए, उनका वचन मनन करने के लिए,
उनका वचन के सामने हमारा जिंदगी झुकाने के लिए, प्रभु की संतान बनने के लिए प्रभु ने अवसर दिया है। നോഹയുടെ തലമുറയിൽ കാലത്ത് ഒരു കുടുംബത്തെ ദൈവം അതേ കൃപ കണ്ട് കൃപ പ്രാപിച്ച് മാറ്റി നിർത്തിയെങ്കിൽ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെയും മാറ്റി നിർത്തിയിരിക്കുകയാണ്. നിത്യത പോകുവാൻ, നിത്യതയിൽ ചെന്നു ചേരുവാൻ നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. नूह के समय में एक परिवार को परमेश्वर की आज्ञाकारी बनने के लिए अलग किया, तो आजकल दिनों में ये नाश विनाश की भूमि में हमको भी प्रभु ने चुन लिया है, प्रभु की संतान बना दिया है। അന്ന് ആ കാലഘട്ടങ്ങളിൽ നോഹയെ ദൈവം വേർതിരിച്ചുവെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. नूह के समय में एक परिवार को परमेश्वर की आज्ञाकारी बनने के लिए प्रभु अलग किया, तो आज के दिनों में मैं और आपको प्रभु ने ये बुलाहट दिया, हमें चुन लिया है। അതെ ഇവിടെ കാണുന്നത് അതിന്റെ 11-ാം വാക്യം. എന്നാൽ 11वां पद है, 11वां पद ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. 12 समय वृत्ति परमेश्वर की ദൈവം दृष्टि में ഭൂമിയെ നോക്കി बिगड़ गई। 12 ചാപ്റ്റർ ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. വായിച്ചാട്ടെ ഹിന്ദി. उस समय पृथ्वी परमेश्वर की दृष्टि में बिगड़ गई थी और उपद्रव से भर गई थी, और परमेश्वर ने पृथ्वी पर जो दृष्टि की तो क्या देखा कि वह बिगड़ गई है, क्योंकि सब प्राणियों ने पृथ्वी पर अपनी अपनी चाल चलन बिगड़ ली थी। മനുഷ്യന്റെ പ്രവൃത്തി കണ്ട് ദൈവം ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഭൂമി വഷളായി തീർന്നിരിക്കുന്നു എന്ന് കണ്ടു. यहाँ पर उस समय पृथ्वी परमेश्वर की दृष्टि में बिगड़ गई थी और उपद्रव से भर गई थी। മനുഷ്യന്റെ നിമിത്തമാണ് ഭൂമി വഷളായത്. मनुष्य के कारण पृथ्वी बिगड़ गई है। ഈ മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ ഭൂമിയിലാണെന്ന സത്യം നാം മനസ്സിലാക്കണം. मनुष्य ने किया करता है, ये सारे काम कार्य पृथ्वी पर है। ഈ ഭൂമിയിലല്ലേ മനുഷ്യന്റെ രക്തം ചീറ്റുന്നത്. ये पृथ्वी पर मनुष्यों को रक्त बहाते हैं। ഈ ഭൂമിയിലല്ലേ മനുഷ്യൻ അതിക്രമവും പാപവും ചെയ്യുന്നത്. ये भूमि पर मनुष्य अपराध किया करते हैं। ആകയാൽ ഭൂമി മനുഷ്യന്റെ പാപ നിമിത്തം വഷളായി തീർന്നിരിക്കുന്നു. इसी कारण में पृथ्वी मनुष्य की क्रोध के कारण, पाप अपराध के कारण जो बिगड़ गई है। ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന ചരിത്രം കാണുന്നുണ്ട്. उत्पत्ति नबी की पुस्तक 2-3 अध्याय में स्वर्ग राज्य की महिमा त्याग कर पृथ्वी पर यहोवा ने आया, उसके बारे में कहा जाता है। അന്ന് മനുഷ്യൻ ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു. प्रथम मनुष्य परमेश्वर की महिमा से संपन्न हुई थी। ആ മനുഷ്യനാണ് ഇപ്പോൾ ദൈവത്തിൽ നിന്നകന്ന് അതെ വഷളത്വം പ്രവർത്തിക്കുന്നത്. जो महिमा पाया हुआ मनुष्य परमेश्वर से रहित होकर अपराध गुणा में बिगड़ गई है। ആ മനുഷ്യനെ അതേ കാലഘട്ടമാണ് നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടം. മനുഷ്യന്റെ ദുഷ്ടത വലിയത് കണ്ടു ഭൂമി വഷളായി തീർന്നിരിക്കുകയാണ്. वो ये मनुष्य के समय है जो अपराध किया, पाप में गिर गया। वो इस समय आज के दिनों में भी हम देखते हैं। ആ കാര്യം മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ യൗവന തലമുറ പോകുന്ന പോക്ക് എങ്ങോട്ട്? ആരെയും അതെ ചോദ്യം ചെയ്യുവാനോ അതെ അനുസരണം പഠിപ്പിക്കുവാനോ മാതാപിതാക്കൾക്കോ ഗുരുക്കന്മാർക്കോ കഴിയാത്ത ഒരു തലമുറയാണ് ഈ തലമുറ. देखते हैं
नूह का जमाने में जो घटना हुई, इससे नहीं आज के दिनों में माता पिता को बालकों बच्चों को संभालना या सिखाना और उनको शिक्षक को दंड देना, ताड़ना देना हो नहीं सकता है। यही अवसर में हम आप पहुंचा है। എന്നാൽ ഈ കാലഘട്ടങ്ങളിലാണ് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത്. मान लो यही स्थिति में नूह को परमेश्वर की अनुग्रह पाया है. നോഹയോട് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ नूह को परमेश्वर की और शब्द सुनाया है, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. तूने एक जहाज को बना ले. ആ പെട്ടകം ഞാൻ പറയുന്ന അളവിൻ പ്രകാരം തന്നെ ഉണ്ടാക്കണം. मैं उसका निशान देंगे, उसका कैसा बनाने का है प्लान देता है, वो आधार पर तू बनाना. അതെ, ഭൂമിയിൽ മഴ പെയ്യാൻ പോകുകയാണ്. पृथ्वी पर बारिश गिरने के लिए समय आ पहुंची. ഇനി യഹോവയായ ദൈവമോ നോഹയോട് അരുളിച്ചെയ്തു, ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഭൂമിയിൽ മഴ പെയ്യും. और नूह की ओर यहोवा ने कहा, नूह लोगों को बताया 7 दिन के बाद में बारिश गिरने के लिए शुरू होएंगे. അതിന്റെ 7-ാം അധ്യായം 7वां अध्याय में 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. 6वीं अध्याय उसका 15वां पद हम पढ़े. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിന്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. മതി. ഹിന്ദി में और इस ढंग से उसके बनाना जहाज की लंबाई 300 हाथ, चौड़ाई 50 हाथ और ऊंचाई 30 हाथ की हो. ഇവിടെ ആ കണക്ക് ഞാൻ പഠിച്ചപ്പോൾ 180 മീറ്റർ നീളം, 25 मीटर उयरम, 15 मीटर വീതി. वहां पर हम पाया जाता है इसका लंबाई, चौड़ाई और ऊंचाई के बारे में और वहां पर दिया गया है. 150 मीटर നീളം, 150 मीटर लंबाई, 25 मीटर വീതി, 25 मीटर उसका चौड़ाई, 15 मीटर ഉയരം, 15 मीटर ऊंचाई. 56,250 സ്ക്വയർ ഫീറ്റ് ആണ് ഈ പെട്ടകത്തിന്റെ വിസ്തീർണം. तकरीबन और 56 और इसके साथ में 7 स्क्वायर फीट है इसका अंदर की भाग के बारे में. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. നമുക്കൊരു സുരക്ഷ ഒരുക്കണമെങ്കിൽ വിശാലമായ നിലയിൽ നമുക്ക് വേണ്ടി ക്രമീകരണം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. परमेश्वर को जो घटना, इसके मतलब गलती नहीं होएंगे. प्रभु हमें चुन लिया है, प्रभु के उसका एक योजना है. ഇത്രയും നീളമുള്ള കപ്പലുകള് ഇന്ന് മനുഷ്യരുണ്ടാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 150 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും 15 മീറ്റർ ഉയരം എന്ന് പറയുമ്പോൾ എത്ര നിലയുള്ള വീടെന്ന്, എത്ര നിലയുള്ള ബിൽഡിംഗ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. हम कल्पना करें इतने लंबाई, चौड़ाई, ऊंचाई की बड़ा जगह आज के मनुष्य बनाया होगा. हम कल्पना करें ये होगा परमेश्वर उनको दिया हुआ नाप है. ഈ വലിയ പെട്ടകത്തിന് ഒരു വാതിലും ഒരു കിളിവാതിലുമാണുള്ളത്. एक जहाज को एक दरवाजा और एक छोटा सा एक खिड़की, केवल इतना ही है. ആകയാൽ നമ്മൾ മനസ്സിലാക്കണം, കൃപയുടെ പെട്ടകത്തിന് ക്രിസ്തുവാകുന്ന വാതിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കുന്ന കിളിവാതിലും മാത്രമേ ഉള്ളൂ. ശരണമായിരിക്കുന്നത് ആ ദൈവത്തിന്റെ ക്രമീകരണമാണെന്ന് മനസ്സിലാക്കണം. जान ले
ये दरवाजा हमारा मसीह है, जो खिड़की है हमारा प्रार्थना के साथ भी साथ रहने का और दृष्टांत दी है। അതെ, ഈ വലിയ പെട്ടകത്തിൽ ഒറ്റ വാതിൽ എന്ന് പറഞ്ഞാൽ ആനയ്ക്കും കുതിരയ്ക്കും മുയലിനും ആടിനും അതേ സിംഹത്തിനും കരടിക്കും കടുവായിക്കും എല്ലാ ജീവജാലങ്ങൾക്കും പ്രവേശിക്കുവാൻ തക്കതായ ഒരു വാതിലാണ് ഈ പെട്ടകത്തിനുള്ളത്. ये जगह को एक दरवाजा दिया है। हाथी या घोड़ा भालू भूमि में कितनी जानवरों हैं, सारे सबको प्रवेश करने का लंबी चौड़ी की दरवाजा है। ക്രിസ്തുവാകുന്ന ഈ കൃപയുടെ പെട്ടകത്തിന്റെ അരികിൽ വരുന്ന ഏത് വലിയ ഭാവിയും ഏത് കൊടും ഭാവിയും അതെ ഈ പെട്ടകത്തിൽ പ്രവേശിക്കുവാൻ ഇപ്പോൾ സമയമുണ്ട്. ആകയാൽ അത് നാം മറ്റുള്ളവരോട് പറഞ്ഞ് കേൾപ്പിക്കേണ്ട സമയമാണിത്. इसके वजन यही हमारे लिए दिया है। दुनिया में कोई अपराधी पापी जो गुनाह किए वाले हैं, कोई भी हो, धनवान हो दरिद्र हो कंगाल हो कुछ भी हो, यीशु को पाएगा। उनको प्रवेश करने के लिए इतनी लंबाई ऊंचाई की दरवाजा मसीह हमारे लिए तैयार कर रखा है। അതിൽ ശുദ്ധിയുള്ളത് ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളെ ജീവജാലങ്ങളെ കയറ്റുവാൻ ദൈവം അവസരം കൊടുത്തു. पवित्र हो अपवित्र हो कोई भी हो, मसीह में आने के लिए प्रभु ने सबको आमंत्रण दी है। അതെ, അതിന്റെ 19-ാം വാക്യം പറയുന്നു, സകല ജീവങ്ങളിൽ നിന്നും സർവ്വജടത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെയും നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൽ കയറ്റണം. और उसके 19वां पद में और सब जीवित प्राणियों में से तू एक एक जाति के दो अर्थात एक नर और एक मधा जगह में ले जाकर अपने साथ जीवन रखना. അതെ, ശുദ്ധി ഉള്ളതും ശുദ്ധിയില്ലാത്തതുമായ ഈരണ്ടിനെയും ഏഴേഴിനെയും കയറ്റുവാൻ ദൈവം അവസരം കൊടുത്തിരിക്കുകയാണ്. उसमें शुद्धिमान, इसका मतलब जगह जिससे बाहर आते हैं परमेश्वर को बलिदान चढ़ाने के लिए शुद्धिमान और अशुद्धि की चीज दो या साथ इतनी कर जगह का अंदर लाना दिया है. ഈ പെട്ടകത്തിൽ കയറിയാൽ ശുദ്ധിയുള്ളതും അശുദ്ധിയുള്ളതും എല്ലാം ശുദ്ധിയുള്ളതായി മാറുമെന്ന സത്യം നാം മനസ്സിലാക്കണം. ये जगह खोलेगा तो शुद्धिमान और अशुद्धि अपवित्रता में रहते हुए जीव जंतु भी उसका अंदर आते हैं. കാരണം ഇപ്പോഴും കൃപയുടെ ഈ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അശുദ്ധന്മാർക്കും ശുദ്ധിമാന്മാർക്കും പ്രവേശിക്കുവാൻ ക്രിസ്തു എന്ന ഏകവാതിലല്ലാതെ മറ്റൊന്നില്ല. ध्यान दे, अपवित्रताई में और पवित्रताई में जीने वाले कोई भी हो, हमारा मसीह को पाए, ग्रहण करे, आने के लिए आमंत्रण दिया गया है. Praise the Lord. ഈ പെട്ടകത്തിൽ കടുവായും ആനയും അതേ സിംഹവും മുയലും എല്ലാം ഒരുമിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് രക്തച്ചൊരിച്ചിൽ നടന്നിട്ടില്ല. ये जगह के अंदर शुद्धिमान और अपवित्राई जो कोई भी हो, हरनी हो सिंह हो कुछ भी हो, लेकिन ये जगह के अंदर कितना समय तक है वहां पर रक्त बहाया नहीं है. ശുദ്ധിയുള്ളത് ഏഴേഴ് ശുദ്ധിയില്ലാത്തത് ഈ രണ്ടുമായിരിക്കണം. शुद्धिमान पवित्रताई में है, साथ अपवित्रता में दो कर जगह के अंदर बैठाना. അതിന്റെ ആശയം ഇതാണ്. ശുദ്ധിയില്ലാത്തത് ഈ രണ്ട് കയറിയാൽ ശുദ്ധിയുള്ള ഏഴെണ്ണം അവനെ ശുദ്ധിയുള്ളവരാക്കിക്കൊള്ളുമെന്ന് യഹോവയായ ദൈവത്തിന് അറിയാം. और पवित्रताई में है जो साथ है और अपवित्रताई में है दो करके बैठाएगा तो
शुद्धिमान की तरफ से अब उत्तरदायी में रहते हुए उन्हों भी शुद्धिमान बन जाएंगे. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ സഭയിൽ ആത്മാക്കൾ വരുന്നതെല്ലാം ജനിച്ചപ്പോഴേ ശുദ്ധിയുള്ളവരായിട്ടല്ല, അശുദ്ധിയിൽ ജീവിച്ചവരെയാണ് നാം സുവിശേഷത്താൽ ദൈവസഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്നത്. आज के दिनों में हम देखे शुद्धिमान होकर पवित्रताई में रहने वाले को हमारा मंडली में बुलाता नहीं, वो अभद्राई में रहने वाले को भी बुलाते हैं. मंडली के अंदर वचन के द्वारा शुद्धिमान बन जाते हैं. ഈ ദിവസങ്ങളിൽ അനേകർ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. आज के दिनों में बहुत सारे लोग यीशु को अपनाए, ग्रहण करे, यीशु में आए, एक जगह में आए, प्रार्थना करना और प्रयत्न भी करना. നോഹയ്ക്ക് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചത് ഇപ്രകാരമാണ്. नोहा को परमेश्वर की ओर से जो वचन आया, मधुरवाणी आया, इसी प्रकार है. ഗോഫേർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. जो गोबर वृक्ष से एक लकड़ी से एक जहाज बनाना. ഞാൻ കഴിഞ്ഞ ദിവസം ഗവിയിൽ ഒന്ന് പോകുവാനായിട്ടിടയായി. एवढा बोए ഗവി പത്തനംതിട്ട ജില്ലയിലെ ഗവി. और बीते दिनों में पतनटा की आसपास ये गवी नाम में एक जंगल है. അവിടെ ചെന്നപ്പോൾ ഒരു വലിയ മരം കാണുവാനായിട്ടിടയായി. वहां पर परमेश्वर की दास ने गया, इतनी ऊंचाई और उनका चौड़ाई का एक बड़ा और वृक्ष देखा है. അവിടെ ചെല്ലുന്ന ടൂറിസ്റ്റുകളെല്ലാം ആ മരത്തിന്റെ മുട്ടിൽ ഇറങ്ങി നിൽക്കുന്നു. और देखने के लिए गया हुआ टूरिस्ट वालों ने वो वृक्ष के नीचे उतरना पड़ा. അപ്പൊ ഞാന് വണ്ടി അവിടെ നിർത്തിയിട്ട് അവിടെ ബസ് ഒക്കെ വന്ന് നിർത്തിയപ്പോ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഗോഫേർ മരം ഇവിടെ നിൽക്കുന്നുണ്ട്. वहां पर लोग ने वहां पर उतर कर देखा है. देखते हुए देखा, मैं उन्हीं को पूछताछ की, ये क्यों कारण से यहाँ पर उतरा है. उन्होंने बताया गोबर की एक महा बड़ा वृक्ष है. ഞാൻ അതിന്റെ അരികെ ചെന്ന് ചേർന്ന് നിന്നു. परमेश्वर के दास भी उसका सामने जाकर थोड़ा सा खड़ा हुआ. ഏകദേശം ഒരു 150 മീറ്റർ ഉയരത്തിലാണ് അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. वो वृक्ष की ऊंचाई 150 फीट तक इतनी ऊंचाई है. നമ്മള് അവിടെ നിന്ന് നോക്കിയാൽ അതിന്റെ മണ്ടയൊന്നും കാണത്തില്ല. और वहां पर देखेगा तो हमको कुछ शक रहेंगे. അപ്പൊ എനിക്ക് ഒരു സന്തോഷമുണ്ടായി. എന്റെ കൂടെ വന്ന ദൈവമക്കളോട് ഞാൻ പറഞ്ഞു, ഈ മരം ദൈവം നമുക്ക് ഇവിടെ കാണുവാൻ അവസരം തന്നത് ദൈവത്തിന്റെ ദയയാണ്. और परमेश्वर के दास ने अपने विश्वासियों को ये बात कहने लगा, ये वृक्ष देखने के लिए एक अवसर मिला और परमेश्वर की दया है. അപ്പൊ അതിലൊരു വിശ്വാസി എന്നോട് ചോദിച്ചത്, പാസ്റ്റർ ഇവിടുന്നാണോ നോഹ വന്ന് ഗോഫേർ മരം വെട്ടിക്കൊണ്ട് പോയെന്ന് എന്നോട് ചോദിച്ചു. तब एक विश्वासी ने उनका साथ बातचीत की, ये परमेश्वर की दास यहाँ से ये वृक्ष नूहा की जगह बनाने के लिए काट के ले गया है नहीं है. രണ്ടായാലും ഞാൻ പറഞ്ഞു, ഇവിടുന്നാണോ അവിടുന്നാണോ എവിടുന്നാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ മരമാണെങ്കിൽ ആ മരമാണ് ദൈവം ഉപയോഗിച്ചത്. यहाँ से हो वहां से हो कैसा भी हो मुझे पता नहीं है, लेकिन ये ही वृक्ष से नूहा ने जहाज बना दिया है. സ്തോത്രം. അങ്ങനെയെങ്കിൽ വലിയ കൊടും മരത്തെ, അതെ വലിയ നിലയിൽ ഉയർന്നു നിന്ന മരത്തെയും വെട്ടിയെടുത്ത് ഒരു പെട്ടകമാക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. शायद हो छोटा या बड़ा या कुछ भी हो, किधर भी हो, इतनी बड़ा वृक्ष को काट कर नूहा के समय जहाज बना दिया तो, और हम जान ले कितना घोर भयंकर पापी अपराधी हो, हमको भी प्रभु उपयोग कर सकते हैं. അങ്ങനെയെങ്കിൽ ദൈവവൈതലേ, ഈ ജീവിതത്തിൽ ദൈവത്തിന് പെട്ടകമായും ദൈവത്തിന് പ്രസംഗിയായും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ
ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. प्यारों में ये सुबह समय ये संदेश देता हूं, ऐसा भी अपराध में रहते हुए मैं और आपको प्रभु ने चुन लिया है प्रभु की महिमा प्राप्त करने के लिए. പെട്ടകം പണിയുവാൻ നോഹയ്ക്ക് അരുളപ്പാട് ലഭിച്ചപ്പോൾ നോഹ പെട്ടകം പണിയുവാൻ തുടങ്ങി. नूहा को अनुमति दी यहोवा परमेश्वर से. नूहा ने जहाज बनाने के लिए काम शुरू की. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കുമെന്ന് നോഹയോട് യഹോവയായ ദൈവം അരുളി ചെയ്തു. यहोवा नूहा की ओर कहा 7 दिन की बाद में भूमि में बरसात बसने रहेगा, जो 40 दिन रात्र बहते रहेंगे. പെട്ടകം പണി പൂർത്തീകരിച്ചു. അടുത്ത ദൈവത്തിന്റെ പദ്ധതി അരുളപ്പാടായി നോഹയ്ക്ക് ലഭിച്ചു. और जहाज के काम पूरा हो गया, परमेश्वर के काम भी शुरू किया. ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, കാലം ഇനി അധികമില്ല, നാളുകൾ ഇനി അധികമില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് നാം മനസ്സിലാക്കി വചനം പ്രസംഗിക്കുക ചെയ്യാം. ഇനി അടുത്ത ദിവസങ്ങൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എന്റെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. पर प्यारे परमेश्वर के लोग, आजकल दिनों में क्या संभव होने वाले हैं, क्या हाल होता है, हमको इसके बारे में जानकारी नहीं है. इसी कारण में तैयारी की साथ रहे. ആകയാൽ നമുക്ക് നോഹയെ പോലെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാം, ദൈവത്തിന്റെ ആജ്ഞ കേട്ട് പ്രവർത്തിക്കാം, ദൈവത്തിന്റെ ആലോചന പോലെ നിത്യത്തിൽ പ്രവേശിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ നമുക്ക് ഒരുക്കാം. इसी कारण में हम मसीह के साथ पवित्रताई में रहे और आज्ञाकारी हो जाए, मसीह की आगमन के लिए जागते हुए रहे. അതെ, അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത സംഭവങ്ങളാണ് നോഹയുടെ കാലത്ത് നടന്നത്. उस समय तक संभव हुआ नहीं, ऐसी बड़ा हाल संभव नूहा के समय में हो गया. അത് മാത്രവുമല്ല, അതെ, അന്ന് വരെ മഞ്ഞ് പെയ്ത് ഭൂമിയിൽ അതെ വിളവുണ്ടാകുമ്പോൾ അതുവരെ സംഭവിക്കാത്ത മഴ ആ തലമുറ കാണുകയാണ്. वो पीढ़ियों तक आकाश से ओस गिरता है और भूमि में भिगा देते हैं. उस समय तक बरसात कोई किसी देखा नहीं, सुना नहीं. ऐसी बड़ा हाल उसी समय में आया है. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ തീമഴ കൽമഴ ചൊരിയുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സംഭവിപ്പാൻ പോകുന്നു. ഭൂമി ചൂള പോലെ കത്തുന്ന ദിവസം വരുവാൻ പോകുന്നുവെന്ന് നാം അനേകരോട് വിളിച്ചു പറയേണ്ട കാലഘട്ടമാണിത്. संसारिक लोगों को घोषणा दे, धधकते हुए भटे के दिन आ रहा है और आग की बरसात बरसेंगे और बड़ा वेदारी और बारिश गिरने वाले हैं. ये संसारिक लोगों को ऊंचे सुर से बताने का अवसर यही है. നോഹ താഴ്വരയിൽ വെച്ച് നോഹയുടെ ആ ജീവിതകാലത്ത് താൻ അധിവസിക്കുന്ന താഴ്വരയിൽ വെച്ച് പെട്ടകം പണിയുവാൻ തുടങ്ങി. नूहा के निवास स्थान तराई में थे, वहां पर नूहा जहाज बनाने के लिए शुरू की. യഹോവയായ ദൈവം പറഞ്ഞു, അകത്തും പുറത്തും കീൽ തേക്കണം. उसके नूहा को यहोवा ने कहा अंदर और बाहर डाबर बनाए. ഈ ദിവസങ്ങളിൽ ദൈവ പൈതൽ പുറത്തുള്ള ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ദൈവകൃപയുടെ കീൽ തേക്കണം. പാപം പ്രവേശിപ്പാൻ അവസരം കൊടുക്കരുത്. परमेश्वर के विश्वासीगणों, ये वचन सुनाता है, अंदर और बाहर हमारे हृदय और बाहरिक जीवन में ये डाबर बनाए और सुरक्षित किया करने के लिए. ചിലര് അകത്ത് കീഴിലേക്കും പുറത്ത് കീഴിലേക്കത്തില്ല. और अंदर अच्छे है, बाहर खराब है. ചിലര് പുറത്ത് കീഴിലേക്കും അകത്ത് തേക്കത്തില്ല.
और बाहर डाबर लगाएगा, अंदर तो भूसी है। ഒരു ദൈവവൈതൽ വാസ്തവമായി വചനപ്രകാരം അകത്തും ഹൃദയത്തിനകത്തും ജീവിതത്തിന്റെ പുറത്തും അതേ കീൽ തേക്കണം. കാണുന്നവർക്ക് മനസ്സിലാക്കണം ഒരു പാപവും ഇവനില്ല എന്ന് ലോകം മനസ്സിലാക്കണം. दुनियादारी लोग देखने के समय हमारा अंदर और बाहर ये डाबर लगाए, इनका जीवन में कुछ गुणा नहीं है, संसारिक लोग कहने के लिए हम देना। ഇത് ലോകത്തെ കാണിക്കാനല്ല, दुनिया के लोगों को दिखाने के लिए नहीं, നമ്മുടെ വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കണം. हमारा पवित्रताई सुरक्षित रखने के लिए നമ്മുടെ ജീവിതം നാം സൂക്ഷിക്കണം. हमारा जिंदगी और अपने आप को संभाले। ന്യായവിധിയുടെ ദിവസം വരുന്നുണ്ട്. न्याय के दिन आ रहा है। ന്യായവിധി ദിവസത്തിന് മുമ്പേ നാം നിത്യത്തിൽ അതേ കർത്താവിന്റെ വരവികൾ എടുക്കപ്പെടണം. न्याय के दिन आने का समय है, उसके पहले अपने लोग स्वर्ग राज्य में जाना है। അതേ ശുദ്ധിയുള്ളവരോടും ശുദ്ധിയില്ലാത്തവരോടും അതേ പെട്ടകത്തിൽ കയറുവാൻ പറഞ്ഞപ്പോൾ നിരനിരയായി വന്ന് അതേ പെട്ടകത്തിൽ കയറിയ ചരിത്രം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. वहां पर इतिहास सब देखते हैं, पवित्र है अपवित्र है, जो साथ साथ और दो नरदारी करके दो दो जगह में बैठने के लिए आया है। ദൈവം തെരഞ്ഞെടുത്ത മൃഗത്തിന് അതേ ദൈവത്തിന്റെ ശബ്ദം ഗ്രഹിക്കുവാൻ കഴിയുമെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. और मनुष्य के स्वरूप परमेश्वर के स्वरूप और सादृश्य में मनुष्यों को सृष्टि की, लेकिन जानवरों परमेश्वर की वाणी सुनते हैं, लेकिन मनुष्य ना सुनते हैं। യഹോവയായ ദൈവം ജീവജാലങ്ങളോട് പറഞ്ഞു, അതേ ദൈവം ആഗ്രഹിച്ച ജീവജാലങ്ങളോട് പറഞ്ഞു കയറുവീൻ വരുവീൻ കയറുവീൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ നിരനിരയായി കടന്നു വന്നു. और यहोवा की चुनौती जानवरों पशुओं उसको वही आज्ञा माना है, जगह में बैठने आया है, लेकिन मनुष्य माना नहीं है। എല്ലാം കയറി കഴിഞ്ഞു. നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി. और नोहा और परिवार 8 जने जगह के अंदर पहुंचा। എന്നാൽ ന്യായവിധിയുടെ മഴ ആരംഭിച്ചു. और न्याय की व्यवस्था शुरू की। അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത മഞ്ഞ് മഴയായി മാറി. और उस समय तक अंधेरी में बारिश, और वो हट गया, बारिश शुरू हो गया। അതുവരെ കണ്ടിട്ടില്ലാത്ത കാർമേഘം ആ ജനം കണ്ടു തുടങ്ങി. उस समय तक उन्होंने देखा नहीं है ऐसे प्रकार की काला और मेघ उन्होंने देखा है। അതെ, അതുവരെ കണ്ടിട്ടില്ലാത്ത പ്രകൃതിയുടെ വ്യത്യാസം ജനം കണ്ടു തുടങ്ങി. उस समय तक मौसम में जो बदलाव देखा नहीं, उस समय से लेकर देख ना पाया है। നാം വന്നു ചേർന്നിരിക്കുന്ന ഈ കാലഘട്ടവും എത്രയോ കഠിനമായ ദിവസങ്ങളാണ്. അതിൻ്റെതായ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു ഭക്തൻ മനസ്സിലാക്കണം, എന്റെ കർത്താവ് വരാൻ സമയമായി. जान ले, आज तक संभव हो गया नहीं, जो संभव आता है तो हमारा यीशु मसीह की आगमन निकट है। എന്നാൽ വെള്ളം ഭൂമിയിൽ നിറഞ്ഞു തുടങ്ങി. बारिश भूमि में बढ़ने लगा। ദൈവം ഉറവകളെ പിളർന്നു മാറ്റി. यहोवा परमेश्वर ने स्वतः की फूट फोड़ दिया है। ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. आकाश की डेरा खोल दिया है। ദൈവം ചെയ്തു കഴിഞ്ഞാൽ അതിന് പരിഹാരമായി മറ്റൊന്നില്ല. परमेश्वर करने के लिए शुरू करेगा तो उनको हाथ रोकने के लिए कोई किसी नहीं है। ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉറവുകളെ തുറന്നവൻ ദേശത്തിന് മേൽ ഒരു വലിയ മഹാവ്യാധി അയക്കുകയാണ്, ന്യായവിധി അയക്കുകയാണ്. आकाश और पृथ्वी के फूट खोल दिया, स्वतः खोल दिया और न्याय की दंड देने दिया। സ്തോത്രം.
2018 കേൾക്കുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു ഭയമാണ് ഇപ്പോഴും ഉള്ളത്. അന്നത്തെ ജലപ്രളയം എല്ലായിടവും വന്നില്ല, എന്നാൽ ചിലയിടത്തൊക്കെയും വന്നു. അനേകം നിലവിളി നമ്മുടെ കണ്ണാലെ കാണുകയും കേൾക്കുകയും ചെയ്താണല്ലോ. दूसरा 18 में इतनी बारिश बहाया प्रभु ने, कितने लोगों की चिल्लाहट सुना था और परमेश्वर की न्याय थे. ധനികനും ദരിദ്രനും, അതേ ജാതി വ്യത്യാസമുള്ളവരും ജാതി സ്പർദ്ധയുള്ളവരും എല്ലാവരും ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈ നീട്ടിയ രംഗം നാം നമ്മുടെ കണ്ണാലെ കണ്ടതാണ്. धनवान और दरिद्र एक बार की भोजन के लिए हाथ लंबा कर कर बैठा, देखा, हम देखा था. എന്റെ മതില് നിന്റെ മതില്, എന്റെ സ്ഥലം നിന്റെ സ്ഥലം, അതെ എന്റെ കാർ പോർച്ച്, എന്റെ ധനം, എന്റെ മുറി ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞവര് അയ്യോ ചരിവത്തിലും കുട്ടകത്തിലും ഒഴുകി നടക്കുന്ന ചരിത്രം നാം കണ്ടതാണ്. और मेरा है, मेरा वाड़ी है, मेरा घर है, मेरा बेडरूम है, मेरा गाड़ी है, ऐसे बोलते बोलते जाते हुए लोग ये पानी से भूमि भर गई, डूब गई. तब सब कुछ त्याग कर कर एक बार के भोजन के लिए लंबा हाथ किया है. എവിടെ നിന്റെ സ്വന്തം എന്ന് പറഞ്ഞത്? പറഞ്ഞേ എവിടെ നിന്റെ സ്വന്തം എന്ന് പറഞ്ഞത്? अपना है कहाँ हुआ, अपने वस्तु अभी कहाँ है. വെള്ളം കയ്യിൽ നിറഞ്ഞപ്പോൾ മതിൽ എവിടെ പോയി? पानी भर गया, हमारा दीवार कहाँ गया? പൂട്ടിയിട്ടിരുന്ന മതിൽ എവിടെ പോയി? वो ताला लगा कर रखा हुआ जो खिड़की दरवाजा कहाँ गया? നിന്റെ ഫ്രിഡ്ജിൽ നിറച്ചു വെച്ചിരുന്ന ഭക്ഷണം എവിടെ പോയി? हमारा फ्रिज के अंदर बटोर कर रखा खाना कहाँ गया? നീ സൂക്ഷിച്ചു വെച്ചിരുന്ന അതെ സ്വർണ്ണ പാത്രങ്ങൾ എവിടെ പോയി? बटोर कर रखा हुआ स्वर्ण की चांदी सोना की पात्र कहाँ गया? അതെല്ലാം ന്യായവിധിയിൽ നീ വിട്ടിട്ട് പോകണം. ഇത് കത്തിയടിയുന്ന ഒരു ഭൂമിയാണെന്ന് മനസ്സിലാക്കി നാം ജീവിക്കണം. और ये न्याय की समय है, सब कुछ त्याग कर कर ये हमसे जाना पड़ते हैं. ये बात स्मरण रखे. യഹോവയായ ദൈവം വാതിലടച്ചു, കിളിവാതിലടച്ചു. അതെ വെള്ളം പൊങ്ങിയപ്പോൾ കൃപയുടെ പെട്ടകം, ദൈവ കൽപ്പനയുടെ പെട്ടകം ന്യായവിധിയുടെ വെള്ളത്തിൽ ഒഴുകാൻ തുടങ്ങി. यहोवा परमेश्वर ने आकाश की जरा का खोल दिया, भूमि पर पानी बरसात बरसने लगा. तब सब कुछ लोगों को नाश हो गया, नुकसान कर दिया. അതെ താഴ്വരയെന്ന് പെട്ടകം പൊങ്ങിയപ്പോൾ അതെ ആ അലച്ചലുകളും ഉലച്ചലുകളും എല്ലാം ഉണ്ടായി. അതെ ഭൂമിയിലെ വെള്ളം ഓളം തള്ളുമ്പോൾ, കാറ്റടിക്കുമ്പോൾ ഈ പെട്ടകം ആടാൻ തുടങ്ങി. എന്നാൽ പെട്ടകം മറിയത്തില്ല. പെട്ടകത്തിന്റെ ഉടമസ്ഥൻ യഹോവയായ ദൈവം തന്നെയാണ്. ये भूमि में पानी भरने लगा, आधी तूफान आया, ये संसार में सब कुछ हिलने लगा, लेकिन यहोवा परमेश्वर की जगह आज हिला है लेकिन डूबा नहीं है. ദൈവമൈതലേ, ജീവിതത്തിൽ ആട്ടലും ഉലച്ചിലും അതെ ഓളങ്ങളും തിരമാലകളും എല്ലാം വന്നാലും നാം ക്രിസ്തുവിലാണ് ഇരിക്കുന്നെങ്കിൽ നമ്മുടെ പടകം മുങ്ങിപ്പോകയില്ല. प्यारो ये बात स्मरण रखे. और आधे तूफान आए और लहरें आए, संसार की काम बहुत बड़ा गंभीरता से आए. हमारा विश्वास मसीह पर होवे तो हम हिलेगा नहीं. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. परमेश्वर पर हमारा भरोसा रखे. അങ്ങനെ ആശ്രയം വെച്ച ഭക്തന് ലജ്ജിക്കുവാൻ കഴിയില്ല. ദൈവമാണ് നമ്മെ അകത്ത് കയറ്റിയതെങ്കിൽ അങ്ങ് ദൈവത്തിന്റെ ഉദ്ദേശം വരെ എത്തിക്കുവാൻ ദൈവശക്തനാണ്. और यहोवा परमेश्वर की वाणी की आधार पर हमारा जिंदगी आगे भी दाएगा तो दुनिया की कोई आंदोलन आएगा तो उनका मन फिरेगा नहीं. വെള്ളം ഭൂമിയിൽ 40 ദിവസം മഴ പെയ്ത് നിറഞ്ഞു. 150 ദിവസം ഭൂമിയിൽ വെള്ളം പെരുകിക്കൊണ്ടേയിരുന്നു.
40 दिन रात्र बरसात बहने लगा और 150 दिन तक भूमि में पानी ऊंचे आई रही. ജീവിതത്തിൽ പലപ്പോഴും അതേ മഴയുടെ അവസ്ഥ മാറിയാലും കാറ്റിന്റെ അവസ്ഥ അതേ ആഞ്ഞടിച്ചാലും ഭയപ്പെടരുത്, നീ ഉറയ്ക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. भूमि में यदि तूफान कितना लहरें आएगा तो भी हमारे मसीह ने हमारे जगह के अंदर सुरक्षित हमें रखेंगे. അതേ സകല അതേ പർവ്വതങ്ങളെക്കാളും ഭൂമിയിൽ നിന്ന് അതേ പർവ്വതങ്ങളെക്കാളും 150 അടി അതേ 15 മുഴം ഉയരത്തിൽ ഈ വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു. 15 മുഴം. और यहाँ पर जो जितने बारिश गिरा पहाड़ की ऊंचाई कितने, उनकी चोटी से 15 फुट पानी ऊंचे भी आया है. എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിന്നെ ദൈവം സുരക്ഷിതമായി ഉയർത്തി നിർത്തിയിരിക്കുന്നു എന്ന സത്യം ദൈവമക്കൾ മനസ്സിലാക്കണം. परमेश्वर के लोग ये बात जान ले, जितने प्रश्न आगे आता है, लेकिन प्रभु ने हमें इतनी चोटी पर हमें उठा कर ले जाते हैं. സ്തോത്രം. ആത്മഹത്യ ചെയ്യേണ്ട ദിവസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. और उसके बाद में आया होगा. ജീവിതത്തിൽ മരണം കൊതിച്ച ദിവസങ്ങൾ ഉണ്ടായിരിക്കാം. जिंदगी की मृत्यु पाने का समय तक हमारे जीवन में आया. മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് നീ എഴുതി വെച്ച ദിവസം ഉണ്ടായിരിക്കാം. आगे तक जाने के लिए हो नहीं सकता, ये लिख के रखा हुआ दिन आया होगा. എന്റെ ജീവിതത്തിൽ ഇനി ഒന്നും നന്മ പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ച ദിവസമായിരിക്കാം. हमारा जिंदगी में कुछ प्राप्त नहीं कर सकता है, ऐसी लिख के रखा होगा. പ്രതികൂലത്തിന്റെ വെള്ളത്തിനു മീതെയാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്ന സത്യം നാം മനസ്സിലാക്കണം. प्रश्न की पानी की ऊंचे छोटी तक हम गए होगा. ന്യായവിധിയുടെ വെള്ളത്തിന് മീതെയാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് മനസ്സിലാക്കണം. न्याय की व्यवस्था में हम आया होगा. എന്നാൽ ദൈവവൈതലേ, വെള്ളം ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സത്യം മനസ്സിലാക്കണം. एक बात स्मरण रखे, पानी इतनी ऊंचाई तक गया लेकिन कम कर नीचे आता समय भी आया है. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എത്ര പ്രശ്നമടിയാ വന്നാലും കാറ്റടിക്കും, വെള്ളം നിലയ്ക്കും, ഉറവകൾ അടയും, ദൈവ തുറന്ന വഴികളെല്ലാം ന്യായവിധിയുടെ വഴികളെല്ലാം അടയും. എന്നാലും ദൈവം നിന്നെ കൈവിടുകയില്ല. ദൈവം നിന്നെ പെട്ടകത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കും. एक बात स्मरण रखे, जितना भी आदि तूफान आए, लहरें आए, प्रश्न हमारा सामने आए, कुछ भी हो, लेकिन हम जगह के अंदर होवे तो जरूर परमेश्वर हमको संभालते ही रखेंगे. സ്തോത്രം. താഴ്വരയിൽ നിന്ന് ഉയർന്ന പെട്ടകം ചെന്നുറച്ചത് അതേ ഏറ്റവും ഉയർന്നുള്ള പർവ്വതത്തിലാണെന്ന് മനസ്സിലാക്കണം. तराई में बना कर रखा हुआ जगह, ऊंचे श्रेणी, इतने ऊंचे स्थान अरारात पहाड़ के ऊपर उन्होंने बैठ गया है. പ്രതിസന്ധികളെ നാം ധാരണ ചെയ്തവൻ നമ്മുടെ തല ഉയർത്തുവാൻ തക്കവണ്ണം അവൻ ഉന്നതങ്ങളിൽ നമ്മെ നിർത്തുന്ന ദൈവമാണ്. कितने भी प्रश्न हो, प्रश्न के अंदर रहने जाते, जो प्रश्न के अंदर प्रभु ने हमें रहने जीने देते हैं. പർവ്വതത്തിന്റെ മുകളിലെത്തിക്കുന്ന താഴ്വരുന്ന പർവ്വതത്തിന്റെ മുകളിലെത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. पहाड़ की चोटी पर ऊंचे स्थान में रखता है जो ईश्वर हमारा है. ആ ദൈവം നമ്മെ നിത്യത വരെ എത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. वो ही परमेश्वर अनाथ काल तक हमको पहुंचा देते हैं. ആ ദൈവം നമ്മെ കൈവിടുകയില്ല. वो ही देव परमेश्वर ने हमें त्याग नहीं करेंगे. ആകയാൽ കഷ്ടതയുടെ ദിനരാത്രങ്ങൾ മാറും, വേദനയുടെ ദിനരാത്രങ്ങൾ മാറും, ഓളങ്ങളും തിരമാലകളുടെയും ദിനരാത്രങ്ങൾ മാറും. നമുക്ക് ഒരു ഉയർന്ന പർവ്വതത്തിൽ ഉറയ്ക്കുവാൻ കഴിയും. हमारा जिंदगी में वेदना हो, कष्ट हो, शोक हो, बोझ हो, सब कुछ जाने का समय है. एक दिन में स्वर्ग राज्य में हमें पहुंचा देंगे. നാം ക്രിസ്തുവിൽ സുരക്ഷിതരാണ്. हम मसीह में सुरक्षित है. ആകയാൽ ഈ പെട്ടകത്തിനകത്ത് പ്രവേശിച്ച
ദൈവമക്കളെ, നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ ഈ പ്രതികൂലത്തിന്റെ വെള്ളം അടങ്ങും, വെള്ളം താഴും. നമുക്ക് ഒരു തുടർ ജീവിതം ഉണ്ടായെന്ന് നാം മനസ്സിലാക്കണം. हमारे शब्द सुनने वाले हमारे एक आशा है। हमारा प्रश्न हो, हमारा जिंदगी में आते आदि तूफान हो, सारे सबों को त्याग कर आगे बढ़ने का एक अवसर हमारे लिए प्रभु रखा है। ആകയാൽ പ്രത്യാശയോടെ നമുക്ക് ഈ ദിവസങ്ങളിൽ പാർത്തലത്തിൽ പാർക്കാം, വിശുദ്ധിയെ തികയ്ക്കാം, ദൈവവചനം കാത്തു സൂക്ഷിക്കാം, വിശ്വസ്തയുടെ കർത്താവിന്റെ വരവിനായി വരുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശീർവദിക്കുമാറാകട്ടെ. इसी कारण में हम आशा लेके आगे बढ़े और मसीह की वचन से प्रभु हमें आशीष दिया करेंगे। आमीन, 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 आमीन।